58 ലക്ഷം രൂപയ്ക്ക് റോഡിന് വളരെ അടുത്തായിട്ട് കളമശ്ശേരി ആലുവ ബസ് റൂട്ടിനൊക്കെ 300 മീറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വഴി ആലുവയ്ക്ക് പോകുന്ന ബസ്സുകൾ കടന്നു പോകുന്ന റൂട്ടിനടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. വീടിന്റെ ഫ്രണ്ടിലൂടെയൊക്കെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ്. ഇവിടെ ഓൾറെഡി നമുക്കൊരു 3 വീടുകൾ, ഒരെണ്ണം സെയിലായി, രണ്ടാമത്തത് സെയിൽ ഇട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. പ്യൂർലി ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ബസ്സിലൊക്കെ കടന്നു പോകുന്നത് നമുക്കറിയാം. ഇവിടെ നിന്ന് നടന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബസ് റൂട്ടിലേക്ക് എത്താവുന്നതാണ്. 3 സെന്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൽ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ സ്റ്റോൺസ് ആണ് തിരിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു വീടിന്റെ എൻട്രൻസിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ വീടിന് മാത്രമായിട്ട് ഇതുപോലെ എൻട്രൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ സിലിണ്ടർ ഷേപ്പുള്ള ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻട്രൻസിന്റെ താഴെയായിട്ടാണ് ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും ഈ കാണുന്ന ഗേറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ പറയുമ്പോഴേക്ക് നിങ്ങൾ എലിവേഷൻ കണ്ടോളൂ. മുട്ടം മെട്രോ സ്റ്റേഷൻ വളരെ അടുത്താണ്. വെറും 4.6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.4. എയർപോർട്ട് വളരെ അടുത്താണ്. വെറും 14 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കളമശ്ശേരി കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് 5.5 കിലോമീറ്റർ. കാക്കനാട് ഇൻഫോ പാർക്കുകാർക്കും വളരെ സൗകര്യമാണ്. 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്ററും. ഗേറ്റ് നിങ്ങൾ കണ്ടു. ഭംഗിയായിട്ട് ലേസർ കട്ട് ഡിസൈൻ ഒക്കെയാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് വേറെ സ്ഥലം കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് കിണർ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പ്ലാന്റ് ബോക്സും കിട്ടുന്നുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഷീറ്റ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ആവശ്യത്തിനുള്ള സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളത് പോയി നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വേണമെങ്കിൽ 2 വീലേഴ്സ് ഒക്കെ ഇവിടെ കയറ്റി വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഷോ വോള് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ഡിസൈനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്ത് മുകൾ ഭാഗത്തുള്ള പോർഷനൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ തന്നെ നമുക്ക് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിലും ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ആയിട്ടാണ് കിച്ചന്റെ ഡോർ വരുന്നത്. വർക്ക് ഏരിയ ചെയ്തെടുക്കാൻ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള എലിവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്ഥിരം കണ്ടും അടുത്ത മോഡലുകളിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറന്റ് ആണ്. ബാൽക്കണിയുടെ പോർഷനിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അവിടെയാണെങ്കിലും നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു സെപ്പറേറ്റ് ഏരിയയിലൊക്കെ വന്നിട്ട് നല്ല സ്റ്റോൺ വാഷ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. പെയിന്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയും സ്റ്റാൻഡേർഡും ഉള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിന്റെ പില്ലർ നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 2-3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഇതേ രീതിയിൽ തൂണുകൾ പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ 2 പാളികളിലായിട്ട് ഇതുപോലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണിയിലാണ് ഇവിടുത്തെ തടികളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. ഇതിന്റെ മുകളിൽ സിറ്റ് ഔട്ടിന്റെ മുകളിൽ നോക്കിയാൽ ചെറിയ വോം ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ ലിവിംഗ് സ്പേസിലാണ് നിൽക്കുന്നത്. 10 അടി നീളവും 9 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കിട്ടുന്നത്. നേരെ വരുമ്പോൾ തന്നെ കാണുന്ന വോളിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഭംഗിയായിട്ടാണ് മൾട്ടിവുഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളിലെല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. താഴെ നോക്കിയാൽ ഒരുപാട് കബോർഡുകളായിട്ടാണ് ഡോർ എല്ലാം വെച്ച് സേഫ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് സിംഗിൾ വിൻഡോ മെയിൻ ഡോറിന് അടുത്തായിട്ടും കിട്ടുന്നുണ്ട്. വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ എല്ലാ വിൻഡോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നീളത്തുള്ള ടൈലാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ കൂടി വരുന്നുണ്ട്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ എൻട്രൻസ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് മുകളിലൊക്കെ നോക്കിയാൽ CNC കട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെയും നിറയെ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. അതിനടുത്തായിട്ട് തന്നെ വിൻഡോസും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പുകളിലെല്ലാം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ 13 അടി നീളവും 9 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേസ് തന്നെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്.
ഡൈനിങ് ഹാളിലെ വെന്റിലേഷൻ ആയിട്ട് 3 വിൻഡോസ് ആ ഒരു ഭാഗത്തു കൂടി വരുന്നുണ്ട്. അവിടെയും ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ കവർ ചെയ്തിരിക്കുന്ന പോർഷനിൽ നോക്കുവാണെങ്കിൽ ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ വാഷ് ഏരിയ ആണ് കാണേണ്ടത്. അതിനു മുമ്പ് സ്റ്റെപ്പിന്റെ താഴെയുള്ള പോർഷൻ പറഞ്ഞില്ല, അവിടെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. ഇൻവെർട്ടർ പോയിന്റ് എല്ലാം അവിടെയാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗോൾഡ് മെഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭംഗിയായിട്ട് ഗുഡനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മിറർ വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും ഓപ്പൺ ഷെൽഫുകളുടെ ഇടയിലെല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെയുള്ള പോർഷൻ നോക്കിയാലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഈ രീതിയിലാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. വലിയൊരു ബെഡ്റൂം തന്നെ കിട്ടുന്നുണ്ട്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ആയിട്ട് വരുന്നത്. രണ്ട് ഭാഗത്ത് 3 വിൻഡോസ് വെച്ച് ചെയ്തിട്ട് ബ്ലൈൻഡ്സ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. റൂഫിൽ നല്ലൊരു ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഭംഗിയായിട്ടാണ് ഡിസൈനുകൾ കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗ് എല്ലാ റൂമുകളിലും വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് ഇവിടുത്തെ കളറുകൾ, ടൈലുകളുടെ കളറുകൾ വരുന്നത്. മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം വരുന്നത്. വാട്ടർ ഹീറ്റർ ഫെസിലിറ്റി കൂടി ഇവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. എൻട്രൻസ് സിമ്പിൾ ആയിട്ടാണ് വുഡനിൽ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ആ ഗ്യാപ്പുകളും എല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. കിച്ചണകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ വൈറ്റ് കളർ ആണ് വരുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും നിങ്ങൾക്ക് കാണാം. ഐബിയുടെ ഒരു ചിമ്മിണി വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്കിനി ഫിറ്റ് ചെയ്യാനുണ്ട്. അവിടെ 2 വിൻഡോസ് ആണ് വരുന്നത്. മുകളിലും താഴെയും കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഇവിടെയും കിച്ചണിലാണെങ്കിൽ പോലും നല്ല വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. പുറത്തേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോർ ഓൾറെഡി ടൈല് വിരിച്ചിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. നേരെ നമ്മൾ വന്ന് എൻട്രി ചെയ്ത് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഒരു ചെറിയ ഹാള് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഹാളിലെ ബാക്കിയുള്ള വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ബ്ലൈൻഡ്സ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ടി വി വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു വോൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നേരെ റൂഫിൽ നിങ്ങൾ നോക്കിക്കോളൂ. നല്ല രീതിയിലുള്ള ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ടാണ് ടോട്ടലി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയും നോക്കിയാൽ കാണാം, രണ്ട് സൈഡിലായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. 10.5 അടി നീളവും 9 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. റൂഫിൽ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന് നല്ലൊരു ഡിസൈൻ ഉള്ള ഒരു ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ടൈലുകളൊക്കെ മാറ്റ് ഫിനിഷിൽ ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ പോകുന്നത് യൂട്ടിലിറ്റിക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടാണ് കോൺക്രീറ്റിൽ ഹാൻഡ് റൈൽസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് നമുക്കിനി കാണാനുള്ളത്. റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇവിടെയും വിൻഡോസ് നോക്കുവാണെങ്കിൽ ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. 11 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. റൂഫിൽ നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറൊക്കെ നല്ല ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ യൂണിഫോം ഓർഡറിൽ തന്നെയാണ്, ഗ്രേ കളർ തന്നെയാണ്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ചെറിയൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ പോർഷൻസും കോൺക്രീറ്റ് ആണ്. ഇത്രയും പോർഷൻ മാത്രമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലെ പില്ലർ മോഡലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സിലിണ്ടർ ഷേപ്പിലുള്ള ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ആലുവ ബസ് റൂട്ടിന് വളരെ അടുത്തായിട്ടാണ്. വെറും 300 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ചുറ്റിനും വീടുകൾ, ആളുകളൊക്കെ താമസമുള്ളതാണ്. ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഏകദേശം 4.5 കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. കളമശ്ശേരി, ഇടപ്പള്ളി, ആലുവ എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. എയർപോർട്ടിലേക്ക് വെറും 14 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. 3 സെന്റാണ് ലാൻഡ് വരുന്നത്. 1300 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1300 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്.
യൂട്ടിലിറ്റി സ്പേസ് സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്. ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും 2 വീലേഴ്സിനുള്ള സ്പേസ് വേറെയും കിട്ടുന്നുണ്ട്. ഓണർ വീടിന് ചോദിക്കുന്ന പ്രൈസ് 58 ലക്ഷം രൂപയാണ്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 58 ലാക്സ് ആണ്. നിങ്ങൾക്ക് ഇത് ലോൺ ഫെസിലിറ്റിയിൽ സ്വന്തമാക്കാനും മാർബിൾ ഹോംസ് തന്നെ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, ഏറ്റവും അധികം നിങ്ങൾ കൂടുതൽ പേര് വിളിക്കുന്നത് ഈ ഒരു ബഡ്ജറ്റുള്ള വീട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ്. അത് ബസ് റൂട്ടിനടുത്ത്. നമുക്കറിയാം, ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന വീടുകൾ സാധാരണ എപ്പോഴും ഒരുപാട് വീടിന് റോഡിൽ നിന്നൊക്കെ ഒത്തിരി അകത്തേക്ക് പോയിട്ടായിരിക്കും. ഇത് നിങ്ങൾക്കറിയാം 300 മീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാർ ഏറെയാണ്. ഒട്ടും വൈകണ്ട, പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ഇതുപോലുള്ള ഭംഗിയുള്ളതും റീസണബിൾ ആയ റേറ്റിലുള്ളതുമായ വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് മാർബിൾ ഹോംസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.